Hi, Namaste, welcome back to my channel Vintrader. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡ് ഉപയോഗിച്ച് ട്രേഡ് എടുക്കാം. പെർഫെക്റ്റ് ബ്രേക്കൗട്ടും അതേപോലെ കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും അതേപോലെ ഒരു ട്രേഡ് കഴിഞ്ഞു പോയാൽ അടുത്ത ട്രേഡ് എവിടെ നിന്നാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ നമുക്ക് 3rd ഏപ്രിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് നല്ലൊരു ബൈ ട്രേഡ് നമുക്ക് നല്ല അടിച്ചു കയറി മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് നമുക്ക് ഇറങ്ങി. പക്ഷേ അവിടെ സെല്ല് കൺഫേം തിരിച്ചു മാർക്കറ്റ് കയറിയ ശേഷമാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അത് 10:30 ശേഷം നല്ലൊരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് തന്നെ 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 3141 നിന്ന് നല്ലൊരു ഇറക്കം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങി നമുക്ക് ഓൾമോസ്റ്റ് 3116 വരെ ഇറങ്ങിയ ശേഷം പിന്നെ കുറച്ച് നേരം മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് 1 മണിക്കൂർ മുമ്പ്, ഇപ്പം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് വന്ന ബ്രേക്കൗട്ടിൽ നിന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് നല്ല ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു 3127 നിന്ന് അടിച്ചിറങ്ങിയ ഇറക്കം ഇപ്പോഴും അത് സെൽ തന്നെയാണ്. നമുക്ക് നല്ലൊരു ട്രേഡ്, അതായത് ഒരുപാട് നേരം ചാടിയിരിക്കേണ്ട ആ സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. സപ്പോർട്ട് ലെവൽ സ്ട്രോങ് ആണെങ്കിൽ നമുക്കവിടെ കറക്റ്റ് ബ്രേക്കൗട്ട് കിട്ടി നമുക്ക് കണ്ണും പൂട്ടി നമുക്കൊരു എൻട്രി എടുത്ത് നമുക്ക് ഒരുപാട് നേരം ചാടിയിരിക്കാതെ പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡിലൂടെ സാധിക്കും. അതിൽ സൈഡ് വേസ് എവിടെയാണ്, ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് ഇവിടെ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ് ചാർട്ടിലൂടെ ഉണ്ടാവത്തില്ല. അഥവാ ഒരു ട്രേഡ് എടുത്ത് നമുക്ക് റിവേഴ്സ് അടിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് തരും. ഇപ്പോൾ ഈ പോയ ബൈ ട്രേഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ആക്യുറേറ്റ് ആണ്, നമുക്ക് ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. അവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യേണ്ട കൺഫേം കറക്റ്റും ആണ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പെട്ടെന്ന് ട്രേഡ് ഉണ്ട്. പക്ഷേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ഇറങ്ങുന്നത്. അപ്പോൾ ആ കറക്റ്റ് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് കറക്റ്റായിട്ട് അവിടെ സൈഡ് വേസ് എന്ന് പറഞ്ഞ കളർ ചേഞ്ച് കാണിച്ചും തരും. ഇവിടെ ബ്ലൂ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്ത് മെസ്സേജ് അലേർട്ടായിട്ട് ക്രോസ് ഡൗൺ ക്രോസ് അപ്പ് എന്ന് പറഞ്ഞ് തരികയും ചെയ്യും. അതോടൊപ്പം ഈ സൈഡിലെ ട്രെൻഡിൽ മനസ്സിലാക്കാം, ഈ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ താഴത്തെ സോൺ മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നമുക്ക് എക്സിറ്റ് ലെവലിൽ ഇൻഫർമേഷൻ സോഫ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ യൂറോ ST GBP ഒക്കെ നമുക്ക് നല്ലൊരു ബൈ ട്രേഡാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് വെച്ചിരിക്കുന്ന സ്കാൽപ്പിംഗ് ആയിട്ടുള്ള 5 മിനിറ്റ് ചാർട്ടാണ്. 5, 1, 15 ഒക്കെ നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അതിൽ 31 അവറാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ്സിലാണ് ഞാൻ ട്രേഡ് എടുത്തിരുന്നത്. 5ൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് 1 അവർ 30 കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മാർക്കറ്റ് സ്ട്രോങ് ഡൗൺ ആണ്, സ്ട്രോങ് അല്ല എന്നൊക്കെ തിരിച്ചറിയാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നൽസ് ഗ്രീൻ കളർ അപ്പാരമാണ് നമുക്ക് ബൈ വരുന്ന ട്രേഡ്, റെഡ് ആണ് സെല്ല്. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ലാണ് ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ്. അപ്പോൾ ഇത് കറക്റ്റ് കൺഫേംഡ് ആയിരുന്നു. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈ ഇവിടെ ഉണ്ട്, റിവേഴ്സ് ബൈ ആയി നമ്മളിവിടെ എക്സിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് മാർക്കറ്റ് സെല്ലിലേക്ക് പോയി. ഇവിടെ സെൽ സോണിൽ നമുക്ക് ആക്ച്വലി കളറും താഴെ വന്നിട്ടുണ്ട്. കാരണം 2 കളർ കോമ്പിനേഷനും മാച്ച് ആയിട്ട് നമുക്ക് അവിടെ സിഗ്നൽ തന്നിട്ടില്ല. കാരണം ബൈ വന്ന സ്ഥിതിക്ക് തിരിച്ച് സെല്ല് വരേണ്ടതാണ്, വന്നിട്ടില്ല. വരാ സ്ഥിതിക്ക് അവിടെ ഒരു സെൽ ട്രേഡ് എന്ന് പറയാൻ പറ്റിയില്ല. കാരണം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തിരിച്ചിറങ്ങി പിന്നെ തിരിച്ച് കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ ഒരു സെല്ലും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ആ ഒരു ട്രേഡ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അവിടെ ആ ലെവൽ കറക്റ്റ് ബ്രേക്ക് ആയ സമയത്താണ് നമുക്ക് ആ സിഗ്നൽ ഫോം ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഇറക്കമായിരുന്നു, നല്ലൊരു ട്രേഡ് നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാം. ആ ഒറ്റ അടിച്ചിറക്കത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് 10 പോയിന്റുള്ള ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ കുറച്ച് കയറി പിന്നെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം സൈഡ് വേസ് ആയ ലാസ്റ്റ് ബ്രേക്കൗട്ട് അത് പറയാൻ വേണ്ടത് നല്ലൊരു ബ്രേക്കായിരുന്നു. അവിടെ നമുക്ക് നല്ലൊരു ട്രേഡ്, നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഉണ്ടാക്കാനുള്ള വകുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു ആ ലാസ്റ്റത്തെ ബ്രേക്കിൽ നിന്ന്. ഓക്കെ, അത് നമുക്ക് സപ്പോർട്ട് ലെവലായിട്ട് നമ്മുടെ സോഫ്റ്റ് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ GBP USD ഇന്നത്തെ ട്രേഡ് യൂറോ ST ഒക്കെ നോക്കിയാൽ നമുക്ക് ഇന്നലെ തൊട്ട് നമുക്ക് ബൈ സൈഡാണ്. ഇന്ന് രാവിലെ തൊട്ട് ബൈ സൈഡാണ്. നല്ല ബ്രേക്ക് ലാസ്റ്റ് ബ്രേക്കൗട്ട് റെസിസ്റ്റൻസ് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പം GBP USD നോക്കിയാൽ കാണാം കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റ്. ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂവേഷൻ തന്നെ പോയി മാർക്കറ്റ് അടിച്ച് കയറി. ഇപ്പോൾ സെല്ലായിട്ടില്ല, അവിടുന്ന് തിരിച്ച് ഒരു റിവേഴ്സ് ഒരു ചെറിയൊരു ബാക്ക് ട്രേഡ് പോലെ കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പം ഈസിയാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം ചാർട്ട് ചെയ്തിരിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കും. ഇത് ആക്യുറേറ്റ് ബ്രേക്ക് ആണോ നമുക്ക്, അഥവാ നമുക്ക് ചെറിയ ടാർഗറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യണം, നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ സഹിതം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ ഗോൾഡിൽ തന്നെ കാണിച്ചു. നമുക്ക് ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ സോഫ്റ്റ് അവിടെ ഡൗൺ ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസിൽ തിരിച്ചറിഞ്ഞ് അക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധാ ചാർട്ടിനേക്കാളും ഈസി ആയിട്ട് വിൻട്രേഡിൻ്റെ 8.1 വർഷം വരെ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.